നല്ല അടിപൊളി ഫിഷ് ബിരിയാണി എങ്ങനെയാണ് വെക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. പാൻ വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലും നെയ്യും ഒഴിച്ച് നമുക്ക് കുറച്ച് സവോള വറുത്ത് മാറ്റി വെക്കാം. സവോള ഒത്തിരി മൂത്ത് പോകരുത്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം. അതിന് ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബർക്കത്ത് റൈസാണ്. അതൊരു ഗ്ലാസ് 20 മിനിറ്റോളം കുതിർത്ത് വെച്ചിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല മണമാണ് ഈ റൈസിന്. നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ ആയിരിക്കും ഈ റൈസിന് വരുന്നത്. ശേഷം മറ്റൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. അതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഒരു 2 സ്പൂൺ പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചാറ് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു 3-4 പീസ് നെയ്മീൻ കഷ്ണങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്രേവിക്ക് അതിൻ്റെ ഫ്ലേവർ നല്ലപോലെ കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റുള്ള ഒരു ഗ്രേവി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് നല്ലപോലെ വെന്തതിന് ശേഷം അത് മാറ്റി വെക്കാം. പിന്നീട് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മീനിൽ നമുക്ക് പൊടികളെല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെക്കാം. അടുത്തതായി ബിരിയാണി അരി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. അത് നമുക്കപ്പോൾ ഊറ്റി ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ദം ഇടാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ദം ഇടാനായിട്ട് ഓരോ മീനുകളും നിരത്തി വെച്ച് കൊടുക്കാം. അതിന് മുകളിലേക്ക് ഗ്രേവി നമുക്ക് മുഴുവനായിട്ടും തന്നെ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന അരിയാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച ചോറും അതിൻ്റെ മുകളിലേക്കായിട്ട് നല്ലപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ചോറ് മുഴുവനായിട്ട് നിരത്തി വെച്ചതിന് ശേഷം കുറച്ച് കളർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് പുറമേ തൂവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിയില, പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന സവോള അതെല്ലാം പുറമേ നല്ലപോലെ വെതറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് നെയ്യും ഇട്ട് നമുക്ക് ദമ്മിനായിട്ട് അത് മൂടി വെച്ച് വേവിച്ച് കൊടുക്കാം. ദം വെക്കുന്നതിനായിട്ട് ഞാൻ ഡയറക്റ്റ് ഗ്യാസിലേക്കല്ല വെച്ചിരിക്കുന്നത്. ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മീതെ വെച്ച് ഒരു 15 മിനിറ്റ് ദമ്മ് ചെയ്തതിന് ശേഷമാണ് ഞാനത് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ റെസിപ്പി ഇഷ്ടമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.